وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يجرمنكم شنآن قوم أن صدوكم عن المسجد الحرام أن تعتدوا وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. സത്യവിശ്വാസികൾ എങ്ങനെയായിരിക്കണം എന്നതും പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ട കാലങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികൾ എന്തായിരുന്നു എന്നുമൊക്കെയാണ് ഞാൻ ഇന്നത്തെ ദിവസം ഈ പരിശുദ്ധമായ ആയത്ത് മുന്നിൽ വച്ചുകൊണ്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. വലിയ പ്രതിസന്ധികൾ മുസ്ലിം ലോകത്ത് പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രതിസന്ധികളെ അവധാനതയോടെ നേരിടുകയും നിർഭയത്വവും ഒപ്പം ആത്മവിശ്വാസവും നിലനിർത്തുകയും ചെയ്തുകൊണ്ടാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചത്. നിർഭയത്വത്തോടൊപ്പം തന്നെ അവധാനതയുമെന്ന് ഞാൻ പറയാൻ കാരണം ഒരിക്കലും അത് അതിവൈകാരികതയ്ക്ക് കീഴടങ്ങുന്നതായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം. കൃത്യമായ നിർഭയത്വത്തോടൊപ്പം തന്നെയുള്ള ആത്മവിശ്വാസം. ചില സമയങ്ങളിലെ പ്രതിസന്ധികൾ അതിഭീകരമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചോദ്യം അതുകൊണ്ടാണ്, അഫലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സഹായം തേടുമോ എന്നാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? അഫലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടി അങ്ങൊന്ന് പ്രാർത്ഥിക്കുമോ? അത്രക്ക് ഭീകരമായ നാളുകളാണ് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സമൂഹവും അഭിമുഖീകരിച്ചത്. ആ ഭീകരമായ നാളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി ചോദിക്കുന്നത്. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഖബ്ബാബ് ലയുത്തിമ്മന്നല്ലാഹു ഹാദൽ അംർ, അള്ളാഹു നിശ്ചയമായും ഈ പരിശുദ്ധമായ മതത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ആ ആത്മവിശ്വാസത്തിന് ഒരു കുറവും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. ഈ മതം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ലയുത്തിമ്മന്നല്ലാഹു ഹാദൽ അംർ, ഈ മതം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർത്തീകരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അന്ന് അക്കാലത്ത് സ്വതന്ത്രമായ നിർഭയത്വത്തോടുകൂടെ ആർക്കും പരിശുദ്ധമായ കഅബത്തു ശരീഫയുടെ മുമ്പിലെത്താൻ
അങ്ങ് യമനിലെ സൻആ എന്ന് പറയുന്ന യമന്റെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ആരുമില്ലാത്ത ഒരു ഏകാന്തനായി ഒരാൾക്ക് നടന്നു വരാൻ കഴിയുന്ന നിർഭയകാലം വരും എന്നാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമിത വൈകാരികതയിലല്ല കണ്ടത്. ആ അമിത വൈകാരികതയ്ക്ക് പകരം അല്ലാഹുവിന്റെ റസൂൽ അവിടെ അവധാനത കാണിച്ചു. ആത്മവിശ്വാസം ഒട്ടും കുറയാതെ ഹിജറയുടെ നാളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ പോന്ന സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അന്ന് മുസ്ലിമല്ല. പക്ഷേ നബിയുടെ അടുക്കൽ വന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചു കൊണ്ടുപോയി കൊടുത്താൽ കിട്ടുന്ന ഇനാമായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ. അത് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ വന്നയാൾ രക്ഷയില്ലാതെ വന്നപ്പോൾ അവിടേക്ക് ചെന്നു നിന്നുകൊണ്ട് സുറാഖത്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം പുണ്യനബിയുടെ മുമ്പിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുറാഖ, എല്ലാം കഴിഞ്ഞ ഒരു കാലം വരും, അന്ന് പേർഷ്യയുടെ ചക്രവർത്തിയുടെ സ്വർണവളകൾ താങ്കളുടെ കൈകളിൽ അണിയപ്പെടുന്ന ഒരു കാലം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരാണിത് പറയുന്നത്? രണ്ടു പേർ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പ്രയാണം നടക്കുന്നു. ഒരാൾ പുണ്യനബിയുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖും നടത്തുന്ന യാത്ര. നിരന്തരമായ ഭയം സിദ്ദീഖിനെ നിരന്തരമായിട്ട് ഭരിക്കുന്നുണ്ട്. ആ ഭയം ഒരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൂടെയുള്ള യാത്രയിൽ തനിക്ക് ജീവഹാനി സംഭവിക്കുമോ എന്നതായിരുന്നില്ല, മറിച്ച് പുണ്യനബിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നതായിരുന്നു. അതുകൊണ്ടാണ് സിദ്ദീഖിന്റെ ആ ഭയപ്പാട് കാണുമ്പോൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, സിദ്ദീഖ് ഭയം തോന്നുന്നുണ്ടോ? ഏത് സിദ്ദീഖാണ്? ഫാറൂഖ് ഒരിക്കൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖിലാഫത്തിന്റെ കാലത്ത് കുറച്ച് കൂടുതലാണല്ലോ ആളുകൾക്ക് അധികാരമുള്ളവരെ മുഖസ്തുതി പറയല. അങ്ങനെ മുഖസ്തുതി പറയുന്ന നേരം ഫാറൂഖാണ് വലിയ ആള് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഫാറൂഖ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നിട്ട് പറഞ്ഞു, അല്ല, ഒരിക്കലും അല്ല. പ്രിയപ്പെട്ട സിദ്ദീഖിന്റെ ഒറ്റ രാത്രിക്ക് മുമ്പിൽ ഫാറൂഖ് 1000 കൊല്ലം പണിയെടുത്താലും സിദ്ദീഖിന്റെ മുമ്പിൽ എത്തൂല. കാരണം സിദ്ദീഖ് നടത്തിയത് അത്ര വലിയ പ്രവാചക സ്നേഹമാണ്, മഹബ്ബത്തു റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഗാർ തൗറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ മല നമ്മൾ ഇന്ന് കാണുമ്പോഴും പേടി തോന്നുന്ന കൂറ്റം മല, ആ മലക്ക് മുകളിലേക്ക് കയറാൻ പോകുന്ന റസൂലുള്ളാഹിയുടെ പരിശുദ്ധമായ കാലുകൾ ഇടറുന്നു എന്ന് കാണുമ്പോൾ ആ തിരുശരീരം തന്റെ തോളിലേറ്റിയിട്ട് നടന്ന മനുഷ്യന്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ആ ഒറ്റ ദിവസത്തെ മാത്രം, ആ ഒറ്റ രാത്രിയുടെ സേവനത്തെ മാത്രം. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ഭയമൊന്നുമില്ല നബിയെ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തിലെങ്ങാനും ഒരു മണ്ണ് വാരിയിടപ്പെട്ടാൽ പോലും ഞാനത് പേടിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ അവിടത്തെ ആക്രമിക്കാൻ വരുന്നവരെ പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയത്തോടെ ഓടുകയാണെന്ന് പറയുന്ന നേരം, ആ ഭീതിതമായ രാത്രി കടന്നുപോയ സമയത്താണ് സുറാഖയുടെ മുമ്പിൽ ചെന്ന് പുണ്യനബി ചോദിക്കുന്നത്, പേർഷ്യയുടെ ചക്രവർത്തിയുടെ വളകൾ താങ്കളുടെ കൈകളിൽ ഇട്ടാൽ എന്തു തോന്നുന്നു? സുറാഖ ആലോചിച്ചു പോയി, എന്തൊരു വർത്താനാണ്! പരാജയത്തിന്റെ കൊടും ചുഴിയിൽ നിൽക്കുന്നത് എന്ന് അപ്പോ പറയാവുന്ന വിധത്തിലുള്ള ഒരു മനുഷ്യന്റെ വർത്താനാണ്. അങ്ങനെ ആ മനുഷ്യൻ വിശ്വസിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ആ മുഹൂർത്തത്തിലേക്ക്, ആ സമയത്തേക്ക് മാത്രം ഒരാൾ നോക്കി നിന്നാൽ ആ ചോദ്യം ഏറ്റവും വലിയ പരിഹാസ്യമുള്ള ചോദ്യമാണ്, പരിഹാസകരമായ ചോദ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അഭയം പോലെ ഓടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ലോകം കണ്ട അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സായുധ ശക്തിയായി നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ കൈവളകൾ താങ്കളുടെ കൈകളിൽ ഇടപെടുന്ന കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ വലിയ വിഡ്ഢിത്തം എന്താണ്? സംഭവിച്ചു. അത് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് സയ്യിദുന ഉമർ റളിയല്ലാഹുവിന് പേർഷ്യയിൽ നിന്ന് വന്ന സ്വർണ്ണാഭരണങ്ങളെ കയ്യിലെടുത്തിട്ട് ചോദിച്ചു, അയിന സുറാഖത്ത് ഇബ്നു മാലിക്, എവിടെയാണ് സുറാഖ?
സുറാഖ ഓടി വന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ആ കൈവളകൾ, ഇതാ അന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ കൈവളകൾ ഇതാ താങ്കളുടെ കൈകളിൽ ഞാൻ ഇട്ടുതരുന്നു എന്ന് പറയുന്നുണ്ട്. ചരിത്രത്തിന്റെ ഏറ്റവും മനോഹരമായൊരു മുഹൂർത്തമാണ്. ഞാനിത് പറയാൻ കാരണം, ഏതു സമയത്തും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ ഇല്ലാതെ പോകുമെന്ന്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ ഇല്ലാതെ പോകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ വെറുതെ വിശ്വസിക്കുകയാണോ എന്നാണ് ഖുർആന്റെ ചോദ്യം. നിങ്ങൾ വെറുതെ ആമന്ന എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ഫിത്തനയില്ലാതെ ജീവിക്കാൻ പറ്റും എന്നാണോ നിങ്ങളുടെ ഭാവം? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഞങ്ങൾ ആമന്ന എന്ന് വിശ്വസിച്ചു, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആവുമോ? അപ്പൊ നിരന്തരമായ അത്തരം കുഴപ്പങ്ങളും നിരന്തരമായ പ്രശ്നങ്ങളും മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിക്കും. രണ്ടു കാര്യമാണ് എനിക്ക് എൻ്റെ സഹോദരന്മാരോട് പറയാൻ തോന്നുന്നത്. പ്രതിസന്ധികളിൽ നിന്ന് ഭയന്നോടാനല്ല, പക്ഷേ അമിതമായ വൈകാരികതയും നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഒരു സമീപനവും കൂടിയാണ്. നമ്മൾ ഈ രാജ്യത്തിന്റെ യാഥാർത്ഥ്യത്തെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ വിഷയം സംസാരിക്കുന്നത്. നിരന്തരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പല ആഴ്ചകളിലും പറഞ്ഞതുപോലെ AD 1528 ബാബരി മസ്ജിദ് സ്ഥാപിക്കപ്പെടുന്നത്. പൊളിക്കപ്പെട്ടതും നമുക്കറിയാം. അതിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഉന്നതമായ നീതിപീഠത്തിന്റെ വിധി പോലും നിരാശാജനകമായിരുന്നു. ആ വാക്കൊക്കെ ഞാൻ അതിന്റെ എല്ലാ ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ തന്നെയാണ് ഉച്ചരിക്കുന്നത്. കാരണം അത് നിയമത്തിന്റെ മാത്രം ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വിധിയായിരുന്നു എന്ന് ഇന്ത്യയിലെ പ്രഗത്ഭരായ നിയമവിശാരദന്മാർക്ക് പോലും അഭിപ്രായമില്ല. നിയമത്തിന്റെ, എവിഡൻസിന്റെ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൃത്യമായ ശാസ്ത്രീയമായ അർത്ഥത്തിലുള്ള പഠനങ്ങളുടെ, നിരീക്ഷണങ്ങളുടെ, ആ അർത്ഥത്തിലുള്ള പര്യവേക്ഷണങ്ങളുടെ ഒന്നിന്റെയും അടിസ്ഥാനത്തിലല്ല. പക്ഷെ ആ പ്രശ്നം പരിഹരിക്കണമെന്നായിരിക്കാം ഒരു പക്ഷേ കോടതി ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ആ നിലക്ക് മാത്രം എന്ന് പറയാം. മതി, ആ നിലക്ക് മാത്രമായി അതിനെ ബഹുമാനിക്കാം. അല്ലാതെ അവിടെ നടന്നിട്ടുള്ളത് നീതിയായിരുന്നു എന്ന് പറയാനല്ല. ഇപ്പോ നടക്കാൻ പോകുന്നതും അത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ നിയമങ്ങളൊക്കെ ഉണ്ട്. 991 ആരാധനാലയങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിയമമുണ്ടാക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യ. The Places of Worship Special Provisions Act 1991 എന്നാണ്. ആരാധനാലയങ്ങൾ സംരക്ഷിക്കണം. എങ്ങനെ സംരക്ഷിക്കണം? An act to prohibit conversion of any places of worship and to provide for the maintenance of the religious character of any places of worship as it existed on 15th day of August 1947 എന്നാണ് ആ ആക്ടിന്റെ തുടക്കം തന്നെ പറയുന്നത്. അങ്ങനെയാണ്. ഒരു മസ്ജിദും ഒരു ക്ഷേത്രവും ഒരു ചർച്ചും ഒരു സിനഗോഗും ഒരു ആരാധനാലയവും 1947 ഓഗസ്റ്റ് 15 അന്ന് എങ്ങനെ നിലനിന്നോ അതിനെ കൺവേർട്ട് ചെയ്യാൻ, അതായത് മറ്റെന്തെങ്കിലും ആക്കി മാറ്റാൻ പാടില്ലാത്ത വിധം അവയുടെ കാര്യത്തിൽ അതിന് തകരാറ് സംഭവിക്കാവുന്ന എന്തിനുമെതിരെയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറയുന്ന നിയമം. ആ നിയമമുള്ളപ്പോൾ തന്നെയാണ് ഗ്യാൻവാബി മസ്ജിദിലേക്ക് അതിൻ്റെ ഒരു ഭാഗത്ത് പൂജ തുടങ്ങുന്നത് എന്ന കാര്യവും കൂടി നമ്മൾ ആലോചിക്കുന്നു. പക്ഷെ അവിടെയെല്ലാം മുസ്ലിങ്ങൾ ഇനി ആ വൈകാരികതയുടെ പിന്നാലെ എങ്ങനെ നടന്ന് ബേജാറാകണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് വിചാരിക്കുകയും ചെയ്യുകയാണ്. അതിന് നിയമപരമായ വഴികൾ നോക്കട്ടെ. മുസ്ലിങ്ങളെ എന്നും അങ്ങനെയൊക്കെ നിരന്തരമായി ഭയപ്പെടുത്തിയും അതുപോലെ തന്നെ ഇത്തരം വൈകാരികതയുടെ കൂട്ടിലടച്ചുകൊണ്ടും അവസാനിപ്പിച്ചു കളയാമെന്ന് ധരിക്കുകയല്ല വേണ്ടത്. ചില സമയങ്ങളിൽ അമിത വൈകാരികതകൾ അപകടത്തെക്കുറിച്ച് പറഞ്ഞു തന്നയാളാണ് മുഹമ്മദ് മുസ്തഫ. ചിലപ്പോൾ അവധാനതയാണ് പ്രധാനം. പള്ളിയിൽ മൂത്രമൊഴിച്ചില്ലേ ഒരു അറാബി, റസൂലുള്ളാഹിയുടെ സ്വഹാബാക്കൾ അപ്പോഴേക്കും അയാളെ തല്ലിക്കൊല്ലാൻ വേണ്ടി എഴുന്നേറ്റു. അതൊരു വൈകാരികതയാണ്. ആ വൈകാരികത വന്നപ്പോഴേക്കും റസൂലുള്ളാഹി പറഞ്ഞു, സമാധാനപ്പെടണം. അയാളൊന്ന് മൂത്രമൊഴിച്ച് കഴിയട്ടെ. എവിടെയാണിത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മദീനത്തെ പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ, അസ്റഫുൽ ഖൽഖിന്റെ പള്ളിയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു പള്ളിയെ ഇനി ഭൂലോകത്തുള്ളൂ. അത് മസ്ജിദുൽ ഹറാമാണ്, മസ്ജിദുൽ ഹറം.
ആ പള്ളി കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഏറെ ബഹുമാനിക്കുന്ന പള്ളിയാണ് മസ്ജിദുൻ നബവി. വേറൊരു പള്ളിക്കും പിന്നെ മൂന്നാമത്തെ ഒരു പള്ളി മസ്ജിദുൽ അഖ്സയാണ്. അല്ലാത്ത മറ്റൊരു പള്ളിക്കും പ്രത്യേക ശ്രേഷ്ഠതയില്ല, എല്ലാം പള്ളിയാണ്. ഈ പള്ളിയും പള്ളിയാണ്. ലോകത്ത് എവിടെ നിർമ്മിതമാകുന്ന എത്ര വലിയ കോടികളുടെ അല്ലെങ്കിൽ അത്ര വലിയ ഫണ്ട് കൊടുക്കപ്പെടുന്ന രീതിയിൽ വലുതായി വിശാലമായി പണിയപ്പെടുന്ന പള്ളിയും ഒക്കെ ഒരേ പള്ളിയാണ്. 3 പള്ളി, 3 പള്ളികളിലേക്ക് അത്തരത്തിൽ പള്ളികൾ എന്ന അർത്ഥത്തിലുള്ള തീർത്ഥാടനം, ആ അർത്ഥത്തിലുള്ള സഞ്ചാരം വേണ്ടതുള്ളൂ എന്ന് പഠിപ്പിച്ചു പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തുശദ്ദു റിഹാലു ഇലാ 3 മസാജിദ്. 3 പള്ളികൾ. ആ 3 പള്ളികളിലേക്കും വാഹനം കെട്ടിപ്പുറപ്പെടുക എന്ന് പറയുന്നതാവാം. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനെയുള്ള സഞ്ചാരങ്ങളാവാം. ഏതൊക്കെയാണ് ആ പള്ളികൾ? ഒന്ന് മസ്ജിദുൽ ഹറം, മറ്റൊന്ന് മസ്ജിദുൻ നബവി, മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ. അല്ലാഹു ആ മസ്ജിദിന്റെ പരിശുദ്ധമായ ചാരങ്ങളെ, അതിന്റെ പ്രാന്തങ്ങളെ കണ്ണീരിന്റെയും രക്തത്തിന്റെയും ഗന്ധമായി നിൽക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് അല്ലാഹു ശാന്തതയുടെ പരിവർത്തനത്തിലേക്ക് അല്ലാഹു നയിക്കട്ടെ. അവിടെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിന്റെ, അവിടെ വൃദ്ധർ കൊല്ലപ്പെട്ടു പോകുന്നതിന്റെ, അവിടുത്തെ ആലംബഹീനന്റെ നിരന്തരമായ നിലവിളി ഒച്ചകളുടെ, ആ ആർത്തട്ടഹാസങ്ങളുടെ ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് ആ പരിശുദ്ധമായ മസ്ജിദിന്റെ പ്രാന്തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തട്ടെ. പക്ഷേ ഇവിടെ നോക്കൂ നിങ്ങൾ, ആ മസ്ജിദുൻ നബവിയിലാണ്, റസൂലുള്ളാഹിയുടെ പള്ളിയിലാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയാളൊന്ന് സമാധാനമായിട്ട് മൂത്രമൊഴിച്ചോട്ടെ. അങ്ങനെ പറയാൻ നേരം ഉണ്ടാവോ നമുക്കാണെങ്കിൽ? അയാൾ സമാധാനമായിട്ട് മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോൾ അയാളൊരു സാധു മനുഷ്യനാണ്, അങ്ങനെ അയാൾക്കറിയുള്ളൂ. അയാൾ ഒഴിച്ച ആ മൂത്രത്തിന്റെ പ്രാന്തപ്രദേശങ്ങളെ വെള്ളമൊഴിച്ച് അതിനെ ശുദ്ധീകരിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി. കാരണം അയാൾ അങ്ങനെയാവും എന്നറിയാൻ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും ഒരേ സമീപനമല്ല, എല്ലാവരോടും ഒരേ പ്രസംഗവുമല്ല, ഒരേ സമീപനമല്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത്, ഉമർ റളിയല്ലാഹുവിന്റെ അവസാന കാലത്ത് ഹജ്ജിന്റെ വേളയിൽ ഉണ്ടായത് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് വളരെ പെട്ടെന്നായിരുന്നു. ഒരു ആലോചനയും നടന്നിട്ടില്ല എന്നൊരു ആരോപണത്തെക്കുറിച്ച്. ഉമർ വഫാത്തായാൽ ഞാൻ ഇന്നയാളെ ബൈഅത്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു ആരോപണത്തെക്കുറിച്ച് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. അത് പറഞ്ഞോടുകൂടെ ഉമർ റളിയല്ലാഹു വല്ലാതെ ദേഷ്യം പിടിച്ചു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇപ്പോ ഈ ഹജ്ജിന്റെ വേളയിൽ തന്നെ ഞാൻ ഈ വൈകുന്നേരം ഞാൻ എഴുന്നേറ്റ് നിന്ന് ഫമുഹദ്ദിറുഹും, ഞാൻ അവരോടൊക്കെ ഞാൻ എൻ്റെ കാര്യം പറയാൻ പോവാണ്, മുന്നറിയിപ്പ് കൊടുക്കാൻ പോവാണ്, അങ്ങനെയൊക്കെ വർത്തമാനം പറയോ എന്നായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. ഭയങ്കരമായ ദേഷ്യം പിടിച്ചിട്ട്. അവിടെ എല്ലാപ്പോഴും നമ്മൾ കാണേണ്ടത്, നേതാവിനും ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ആയിപ്പോകാം. കലാപകാലുഷ്യങ്ങളുടെ കാലത്ത് എല്ലാം പറയുന്നത് ഒരുപോലെ ആയിരിക്കണം എന്ന് ഷടിക്കുന്നതിലൊന്നും അർത്ഥമില്ല. പക്ഷേ നസീഹത്തുണ്ടാകണം, എല്ലാവർക്കും ഉണ്ടാകണം നസീഹത്ത്. എന്നാ പിന്നെ അങ്ങനെ ഫാറൂഖ് നടത്തട്ടെ, അത് വഴി ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും ഫാറൂഖ് തന്നെ തരണം ചെയ്യട്ടെ റളിയല്ലാഹു അൻഹു എന്ന് ചിന്തിക്കുകയായിരുന്നില്ല അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഫാറൂഖ് അമീറുൽ മുഅ്മിനീൻ, അങ്ങ് ഈ സമയത്ത് അങ്ങനെ പറയാൻ തുടങ്ങിയ, അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒരു പക്ഷേ ആളുകൾ, ഇവിടെ കൂടുന്ന ആളുകൾ എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട ആളുകളാണ് കൂടുതൽ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ കൂടി ഓടി വരാൻ സാധ്യത. അതിന് മഹാനവറുകൾ പറയുന്നത് റആഉന്നാസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ആളുകളുടെ കൂട്ടത്തിലെ അത്ര വലിയ വിവരമൊന്നുമില്ലാത്ത, ചിന്തയില്ലാത്ത, വിവേകികളല്ലാത്ത ആളുകളായിരിക്കും വൈകാരികമായി അവിടെ ഉണ്ടാവുക. മറ്റൊന്ന് മഹാനവറുകൾ പറഞ്ഞത്, സാധാരണ ഈ ജറാദുകൾ, ചെറിയ കൊച്ചു പക്ഷികൾ, അവർ വെള്ളം കുടിക്കാൻ വേണ്ടി ഓടിക്കിതച്ചെത്തിയിട്ട് പെട്ടെന്ന് അതുപോലെ നാശത്തിലേക്ക് പോകുന്നത് പോലെയുള്ള കുറെ ആളുകളും, അപ്പോൾ അതായത് അമിത വൈകാരികതയുള്ള ഒരു വിഭാഗം ആളുകളായിരിക്കും. ആ അമിത വൈകാരികതയുള്ള ആളുകളോട് താങ്കൾ പ്രസംഗിച്ചാൽ അത് പ്രശ്നവും. അതുകൊണ്ട് താങ്കൾ മദീനയിലെത്തണം. മദീനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ദാറുൽ ഹിജ്റത്തി വസ്സുന്ന,
അത് സുന്നത്തിന്റെയും ഹിജറയുടെയും എന്ന് പറഞ്ഞാൽ ഹിജറ നടന്നതും എന്ന് മാത്രമല്ല, അത് പരിശുദ്ധ റസൂലിന്റെ ജീവിതത്തിന്റെ നേർസാക്ഷ്യം കണ്ട ഒരു നാടാണ് മദീന. ദാറുൽ ഹിജറയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ നേരിട്ടു കണ്ടവരുള്ള സംസ്കാര സിദ്ധരായ നല്ല സമചിത്തതയുള്ള അവധാനതയുള്ള ആളുകളാണ് അവർ. അങ്ങനെ തന്നെ പറയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സമചിത്തതയുള്ള, ബുദ്ധിയും വിവേകവുമുള്ള, ജ്ഞാനമുള്ള, പ്രഗത്ഭരായ ആളുകൾ കൂടിയിരിക്കുന്ന സദസ്സിൽ ചെന്നിട്ടാകണം അങ്ങ് ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടത്, അല്ലെങ്കിൽ അത് പ്രശ്നമുണ്ടാക്കും. ഏതിനും അങ്ങനെ ഒരു അവധാനതയാണ് പ്രധാനം. ഉമർ റളിയല്ലാഹു പിന്നെ മദീനയിൽ ചെന്നിട്ടാണ് പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മദീനയിൽ ചെന്നുള്ള പ്രസംഗത്തെ അദ്ദേഹം വളരെ കൃത്യവും അവധാനതാപൂർവവുമായിട്ട് സമീപിക്കുന്നതിന് ഇമാം ബുഖാരി ഒരു പേജ് നീണ്ട് അത് സംബന്ധിച്ച് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ വിസ്താര ഭയം മൂലം വിശദീകരിക്കുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അങ്ങനെ ഒരു ദേഷ്യം പിടിക്കുമ്പോൾ ഫാറൂഖ് തങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ അങ്ങനെയാണ്. ചില മുഹൂർത്തങ്ങളിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഫാറൂഖ് ആ മുഹൂർത്തങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള അത്തരം വൈകാരികതയുടെ മുമ്പിലും അതെല്ലാം നിലനിൽക്കുമ്പോഴും ഫാറൂഖ് തന്നെയാണ് ഉന്നതനും റളിയല്ലാഹു അൻഹു. ലോകം കണ്ട പ്രഗത്ഭനായ ഭരണാധികാരിയായി ചരിത്രങ്ങൾ പോലും രേഖപ്പെടുത്തിയ ഏറ്റവും പ്രമുഖൻ എന്ന് പറയാവുന്ന ഒരാൾ സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പക്ഷെ ചില മുഹൂർത്തങ്ങളിൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് അത്തരത്തിലുള്ള ദേഷ്യം വരാറുണ്ടായിരുന്നു. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഞാനിപ്പോ ഈ ആയത്ത് തുടങ്ങി വെച്ചതും അതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാം അൻ തഅ്തദൂ. നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് കോപമുണ്ടാവും, ദേഷ്യമുണ്ടാകും. അതിന്റെ പേരിൽ പോലും അതിക്രമം കാണിക്കരുത്. മസ്ജിദുൽ ഹറാമിലേക്ക് പോകുന്നതിനെ തടഞ്ഞത് എപ്പോഴാണ്? ഹുദൈബിയ കാലത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈബിയയിലേക്ക് എത്തുമ്പോഴാണ് റസൂലുള്ളാഹിനോട് പറഞ്ഞത്, ഇപ്പോ നിങ്ങൾക്ക് മക്കയിൽ പ്രവേശിക്കാനുള്ള അനുവാദം തരില്ല. സുഹൈൽ ഇബ്നു അംറാണ് ആ വർത്തമാനം പറഞ്ഞ് റസൂലുള്ളാഹിയുടെ മുമ്പിൽ പ്രസംഗിച്ചത്. ആ പ്രസംഗം കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു ദേഷ്യം പിടിച്ചിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇവന്റെ പ്രസംഗം ഇപ്പോ നമുക്ക് നിർത്താം, അങ്ങ് അനുവാദം തന്നാ മതി. ഇവന്റെ മുഖമടച്ചൊന്ന് കൊടുക്കാം, അങ്ങ് അനുവദിച്ചാൽ. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുഹൈൽ നല്ല പേരാണ്, എന്തൊരു രസാണ്. തന്റെയും തന്റെ അനുചരന്മാരുടെയും യാത്ര മുടക്കി നിന്ന് പ്രസംഗിക്കുന്ന ഒരാൾക്ക് മുമ്പിൽ അടിച്ചോടിക്കടാവന് എന്ന് പറയുന്നതിന് പകരം സുഹൈൽ ഇബ്നു അംറിന്റെ അടുക്കൽ ചെന്നിട്ട് പറയാൻ, മധുര മനോഹരമായ പേരാണ് താങ്കളുടേത്, സുഹൈൽ. ആ പേര് വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സുഹൈൽ, നമ്മൾ രണ്ടുപേർക്കും തമ്മിൽ ഉണ്ടാകേണ്ട ഒരു കരാർ ഉണ്ടാകണം. ഫാറൂഖ് ദേഷ്യം പിടിച്ചപ്പോൾ ഫാറൂഖിനോട് പറഞ്ഞു, ഫാറൂഖ്, ഈ സുഹൈലിനെ നാളെ ഉമ്മത്തിനു വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചാലോ? നാളെ ഫാറൂഖ് ഈ സുഹൈലിന്റെ പ്രസംഗം, ഇത്രമേൽ മനോഹരമായ പ്രസംഗം നാളെ ഈ സമുദായത്തിന് ഉപകാരപ്പെട്ടാലോ? എന്തൊരു നേതാവാണ് ഈ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു നേതൃ സവിശേഷതയാണ് ഈ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ വൈകാരികതക്ക് അടിമപ്പെട്ടുകൊണ്ട് അവനോട് പോയി പണി നോക്കാൻ പറയാനല്ല പറഞ്ഞത് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഫാറൂഖ്, ഞാൻ എൻ്റെ റബ്ബിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയാണ്. ഇന്നി റസൂലുള്ളാഹ് ലൻ യുളയ്യിഅനില്ലാഹ്. ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അള്ളാഹു എന്നെ പാഴാക്കുമെന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ, എൻ്റെ തീരുമാനങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രത്യേകമായ സ്പർശമുണ്ട്. അതുകൊണ്ട് ഫാറൂഖ് അടങ്ങണം, ഇയാൾ പിന്നീട് ഒരിക്കൽ ഈ സമുദായത്തിന് ഉപകാരപ്പെട്ട പ്രഭാഷകനായി മാറും എന്നായിരുന്നു. അങ്ങനെയായിരുന്നു, അങ്ങനെ ആവുകയും ചെയ്തു. മദീനയിൽ ഹബീബ് വഫാത്താകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വൈകാരികമായി പ്രതികരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായെന്നാണോ? അങ്ങനെ പറയരുത്. എല്ലാ ഉദ്യമങ്ങളും കഴിയാതെ റസൂലുള്ളാഹി വഫാത്താവുകയോ? അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയാൻ തീരുമാനിച്ചാൽ ഞാൻ അയാളുടെ കഴുത്ത് വെട്ടും എന്ന് പറഞ്ഞു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോ അത്തരം വൈകാരികതക്കൊന്നും കീഴടങ്ങാത്ത മറ്റൊരാൾ ആ പരിശുദ്ധമായ ശരീരത്തിന്റെ അവിടുത്തെ മുഖകമലം ഒന്ന് ചുംബിച്ചിട്ട് പറഞ്ഞു,
അങ്ങ് ജീവിച്ചപ്പോഴും സുഗന്ധം, അങ്ങ് വഫാത്താകുമ്പോഴും സുഗന്ധം. തിരിച്ചു വന്നിട്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഖദ് മാത, മുഹമ്മദ് മുസ്തഫ വഫാത്തായിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബതും അലാ അഖാബികും എന്ന പരിശുദ്ധമായ ആയത്ത് മഹാനായ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി. എന്നിട്ട് സിദ്ദീഖ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അപ്പോഴാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ശരീരമാസകലം വേർത്തൊലിച്ചു പോയി, എൻ്റെ ആപാദ ചൂടം ഞാൻ വിയർത്തൊലിച്ചു. പിന്നെ എനിക്ക് ആ ഭൂമിയിൽ കാലുകുത്തി നിൽക്കാൻ പോലും കഴിഞ്ഞില്ല, ഞാൻ തളർന്നിരുന്നു പോയി. അപ്പോൾ മാത്രമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു എന്ന ബോധ്യം എൻ്റെ മനസ്സ് അംഗീകരിച്ചത്. കാരണം അത് പറഞ്ഞത് സിദ്ദീഖാണ്, അത് പ്രഖ്യാപിച്ചത് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. അതിനേക്കാളും സ്നേഹസമ്പന്നനായി റസൂൽ മറ്റാരെയും കണ്ടിട്ടില്ല. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഖലീലാക്കിയതുപോലെ ഞാൻ എൻ്റെ അബൂബക്കറിനെ ഖലീലാക്കുന്നു എന്ന് പറയാൻ മാത്രം സ്നേഹനിർഭരമായ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു മുഹമ്മദ് മുസ്തഫയും സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ ശബ്ദം ശ്രവിച്ചപ്പോൾ, ആ സത്യം അറിഞ്ഞപ്പോൾ എൻ്റെ ശരീരമാസകലം വേർത്തൊലിക്കുകയും ഞാൻ തളർന്നിരിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. ആ സമയം അതൊക്കെ ഒരു വൈകാരികമായ നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നാണ്. ചില സമയങ്ങളിൽ ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാകുന്നു വരുമ്പോൾ നേതാവ് പിൻവലി, അങ്ങനെയും ചെയ്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിവിയോട് പറയുന്നുണ്ട്, ആയിഷ, നിന്റെ ആളുകൾ ഇപ്പോഴാണ് മുസ്ലിങ്ങളായത്, തൊട്ടടുത്ത കാലത്താണ്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണി കഴിപ്പിച്ച കഅബയുടെ അതേ തറയിൽ നിന്നുകൊണ്ട് ഞാൻ കഅബയെ പുനർനിർമ്മാണം നടത്തുമായിരുന്നു എന്നാണ്. ലൗലാ ഖൗമുതി ഹദീസു അഹദിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് വന്നിട്ട് കുറച്ചു കാലേ ആയിട്ടുള്ളൂ. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ പരിശുദ്ധമായിട്ടുള്ള ഈ കഅബത്തു ഷരീഫെ ലൗലാ ഖൗമുകി ഹദീസു അഹദിഹിം ബികുഫ്രിൻ, സത്യനിഷേധത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചു കാലമായിട്ട്. അങ്ങനെയല്ലായിരുന്നു, ആളുകൾ കുറെ കാലമായിരുന്നുവെങ്കിൽ ഞാൻ കഅബയെ ഒന്നുകൂടി പുനർനിർമ്മാണം നടത്തുമായിരുന്നു. നമ്മൾ സാധാരണ ഹജ്ജിന്റെ വേളയിലൊക്കെ സാധാരണ എല്ലാവരും തവാഫ് ചെയ്യുമ്പോൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു മസലയുണ്ട്. അതിതാണ്, തവാഫ് ചെയ്യുമ്പോൾ ഷാദർബാൻ എന്നാണ് ഇതിന് പറയാ. അതായത് കഅബ കുറച്ചുകൂടി ഉള്ളിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അതിന്റെ പുറത്തേക്കുള്ള ഒരു മതിലുണ്ട്. ആ മതിലിൽ, അതായത് കഅബയിൽ സ്പർശിച്ചിട്ടോ ആ പറയുന്ന ഭിത്തിയിൽ തൊട്ടിട്ടോ ഒരാള് തവാഫ് ചെയ്താൽ ആ തവാഫ് ശരിയാവൂല. എന്തുകൊണ്ടെന്നാൽ അത് കഅബയുടെ ഉള്ളിലായിരുന്നു എന്നതുകൊണ്ടാണ്. കഅബയുടെ ഉള്ളിലുള്ള ഒരു തവാഫ് നടക്കാൻ പാടില്ല, കഅബയുടെ പുറത്തോടെ തവാഫ് പാടുള്ളൂ എന്നാണ്. അത് തവാഫിന്റെ പ്രത്യേക നിബന്ധനയാണ്. ചില ആളുകളൊക്കെ പോയി തവാഫിന്റെ ഇടയിൽ തന്നെ ഓടിപ്പോയി അവിടെ ഇങ്ങനെ ചുംബിക്കുന്നൊക്കെ കാണാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്നാണ്, അങ്ങനെ ആവരുതെന്നാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ പിന്നെ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഒന്നുകൂടി പിന്നോട്ടെടുത്തിട്ട് വേണം തവാഫ് പിന്നെ പൂർത്തീകരിക്കാൻ. അതൊരു മസ്അലയാണ്, കർമ്മശാസ്ത്ര മസ്അലയാണ്. ഞാൻ പറയാൻ കാരണം അത് അങ്ങനെ കുറച്ചുകൂടി ഒന്ന് അകത്തേക്കാക്കിയിട്ടാണ് കഅബയുടെ പുനർനിർമ്മാണം മക്കയിലെ ഖുറൈശികൾ ചെയ്തത്. ആ സമയത്ത് അവർ ചെയ്ത ഒരു കാര്യം ഇതായിരുന്നു, ഏറ്റവും ശുദ്ധമായിട്ടുള്ള സമ്പത്ത് കൊണ്ടല്ലാതെ കഅബയുടെ നിർമ്മാണ പ്രവൃത്തി നടത്താൻ പാടില്ല എന്ന് മനസ്സിലാക്കി അവർക്ക് കിട്ടിയ ആ സാമ്പത്തികമായിട്ടുള്ള ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ് അവരതിൻ്റെ നിർമ്മിതി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അല്പം ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത്, കുറച്ചുകൂടി ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിത അതേ വിസ്തൃതിയിൽ ഞാനത് പണിയായിരുന്നു. പക്ഷെ കുഴപ്പം, ഇപ്പോൾ അത് പണിതാൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയും പൊളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ആളുകൾ പറയും എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ചില സമയങ്ങളിൽ റസൂലുള്ളാഹിയുടെ ശൈലി അങ്ങനെയാണ്. ഒരു യുദ്ധവേളയിൽ ഒരു സമയത്ത് രണ്ട് വിഭാഗങ്ങളാക്കി വേർതിരിച്ചുകൊണ്ട് വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചു. ആ സമയത്താണ് മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ പരസ്പരം ഗോത്രവർഗങ്ങളുടെ വൈര്യങ്ങളുടെ പേരിലുള്ള ശബ്ദമുയർത്താൻ തുടങ്ങി. മുഹാജിറുകളെ വിളിക്കാൻ തുടങ്ങി, എല്ലാവരും ഒരുമിച്ച് കൂടാ. അൻസാറുകളെ ഒരു വിഭാഗം വിളിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു ഷണ്ടക്ക് രൂപം കൊള്ളാൻ പോകാമോ. അങ്ങനെ വന്നപ്പോൾ റസൂലുള്ളാഹി ഓടിച്ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും ഏകോദര സഹോദരന്മാരാണ്. എങ്ങോട്ടാ നിങ്ങൾ ഈ പോകുന്നത്?
നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ സമയത്തെ ആ മുഹൂർത്തം. ഇതൊക്കെ ഇന്നും ഈ പ്രതിസന്ധികളുടെ കൊടും ചുഴിയിൽ നിൽക്കുമ്പോഴും പരസ്പരം തമ്മിലടിപ്പിച്ച് തീർക്കാൻ വേണ്ടി ആലോചിക്കുന്ന ആരൊക്കെയോ മുസ്ലിം ഉമ്മത്തിനിടയിൽ പണിയെടുക്കുന്നുണ്ട് എന്നുകൂടി ആലോചിച്ചുകൊണ്ട് പറയട്ടെ. ആ യുദ്ധവേളയിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി ചോദിച്ചത്, മുഅ്മിനീങ്ങളെ, ഗോത്രങ്ങളുടെയും വർഗങ്ങളുടെയും പേരിൽ തമ്മിലിടിച്ച് തീർന്നിരുന്ന ഒരു കാലത്ത് നിന്ന് നിങ്ങളെ ഇങ്ങനെ ഏകോദര സഹോദരന്മാരാക്കി തന്നത് ഈ മതാണ്. എത്രത്തോളം യുദ്ധമുഖത്ത് മരിച്ചു വീഴുന്നതിന്റെ നേരത്ത് വെള്ളം ദാഹിച്ചിട്ട് ആ ദാഹശമനത്തിന് വേണ്ടി ഒരല്പം വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ വെള്ളം ഓടിപ്പോയി കൊണ്ടുവരപ്പെടുമ്പോഴേക്കും അത് തനിക്ക് പാനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മറ്റിടത്ത് നിന്ന് അത്തരം ആർത്തനാദം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തുവിടൂ, എനിക്കല്ല വേണ്ടത് എന്ന് പറഞ്ഞ് മരണവക്തത്തിലേക്ക് പോയിട്ടുള്ളവരുള്ള ഒരു കാലം അതായിരുന്നു ഈ സഹാബത്തിന്റെ കാലം. പിന്നെ ആർക്കും കൊടുക്കേണ്ടി വന്നില്ല. കാരണം ഓരോരുത്തരും ആവശ്യപ്പെട്ടത് അവസാനം തന്റെ സഹോദരന് കൊടുക്കാനാണ്. മരണത്തിന്റെ പിടച്ചിലിന്റെ മുമ്പിലും ദാഹജലത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പോലും അതെന്റെ സഹോദരനാണ് എന്നേക്കാൾ കൂടുതൽ ആവശ്യം എന്ന് ചിന്തിച്ചിരുന്ന സാഹോദര്യത്തിന്റെ പേരായിരുന്നു ഇസ്ലാം ഉണ്ടാക്കിയെടുത്ത സാഹോദര്യം, റസൂൽ ഉണ്ടാക്കിയ സാഹോദര്യം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, മുഅ്മിനീങ്ങളെ, നമ്മൾ തമ്മിലടിക്കണോ? ഈ ചോദ്യം 1400 കൊല്ലം മുമ്പ് ചോദിച്ച ചോദ്യം കാതങ്ങളും ദേശങ്ങളും കടന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇങ്ങനെ നിരന്തരം പ്രകമ്പനം ഉണ്ടാക്കണം. മുഅ്മിനീങ്ങളെ, നമ്മൾ പരസ്പരം തമ്മിലടിക്കണം. ആരാണ് അതിനിടയിൽ ഒരു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാകുന്നത്? ആരാണ് ആ ജൂതന്റെ പണിയെടുക്കുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ജൂതൻ, മുനാഫിഖിന്റെ നേതാവ്, ആ കപട വിശ്വാസി ആ പണിയെടുക്കുന്നു എന്ന് കണ്ടപ്പോ അവനെ തിരിച്ചറിഞ്ഞപ്പോഴാണ് അയാൾ പ്രഖ്യാപിച്ചു, മദീനയിലേക്ക് ചെല്ലട്ടെ, മദീനയുടെ കവാടങ്ങളിൽ വെച്ച് തീരുമാനിക്കാം ആരാണ് അഅ്സെന്ന്, ആരാണ് അദല്ലെന്ന്, ആരാണ് ഏറ്റവും കീഴാളനെന്ന്, ആരാണ് ഏറ്റവും വലിയ പ്രതാപി എന്ന് തീരുമാനിക്കാം. നബിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ വർത്തമാനം പറഞ്ഞത്. സ്വഹാബാക്കൾ അപ്പോഴേ തന്നെ ചോദിച്ചു, ഇവന്റെ ഈ വർത്തമാനത്തിന് നബിയെ പരിഹാരം കാണണ്ടേ? അപ്പോഴും ഫാറൂഖ് എഴുന്നേറ്റു റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സമുദായത്തിലെ ആളുകളെ കൊല ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് പറയും. അതൊക്കെ പൊയ്ക്കൊള്ളട്ടെ, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കണ്ട എന്ന് പറഞ്ഞു. മദീനയുടെ പ്രാന്തങ്ങളിലേക്ക് ആ യാത്ര ചെന്ന് നിൽക്കുമ്പോൾ പക്ഷേ റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ സമയത്ത് അവിടെ വച്ചു നടത്തപ്പെട്ട പ്രസ്താവനയുടെ മുമ്പിൽ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ മുഴുവനും ദേഷ്യം പിടിച്ചു നിൽക്കുന്നു എന്ന കാര്യം എനിക്കറിയാം. ഞാൻ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകൻ അബ്ദുള്ളയാണ്. ഞാൻ ഹബീബെ അങ്ങയെ സ്നേഹിക്കുന്നയാളാണ്. പക്ഷെ എൻ്റെ പിതാവിനെ എങ്ങാനും ആരെങ്കിലും കൊന്നാൽ, ഒരു പക്ഷേ ഗോത്ര താല്പര്യങ്ങളുടെ പേരിൽ ഞാൻ അയാൾക്കെതിരെ എങ്ങാനും ശത്രുത കാണിച്ചാൽ അത് എൻ്റെ ഹബീബിനോടുള്ള സ്നേഹത്താൽ കൊല ചെയ്തു പോയിട്ടുള്ള ഒരു മനുഷ്യനോട് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റായ സമീപനമായി മാറിയേക്കാം. അതുകൊണ്ട് നബിയെ, ആരാണ് പ്രതാപിയെന്നും ആരാണ് നീചനെന്നും പറയപ്പെടാൻ നിശ്ചയിക്കപ്പെട്ട ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടല്ലോ, അങ്ങനെക്ക് അനുവാദം തരുമോ? എന്റെ പിതാവിന്റെ ശിരസ്സെടുത്ത് കൊണ്ടുവന്ന് അങ്ങയുടെ മുമ്പിൽ വെക്കാൻ, ആരാണ് പ്രതാപി എന്ന് അയാളെ കാണിച്ചു കൊടുക്കാൻ? മോനെ, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു പുണ്യനബി. എന്നിട്ടും ആ ചെറുപ്പക്കാരൻ ചെന്നിട്ട് തന്റെ പിതാവിന്റെ മുമ്പിൽ വട്ടം നിന്നിട്ട് പറഞ്ഞു, കടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ ഹബീബാണ്. പ്രവേശനം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയാതെ നിങ്ങൾക്ക് മദീനയുടെ ഈ കവാടങ്ങളിലേക്ക് കടക്കാൻ ഞാൻ അനുവാദം തരില്ല എന്ന് പറഞ്ഞു നിന്നു ആ മകൻ. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിടൂ, അത്തരം ചിന്തകളും അത്തരം ആക്രോശങ്ങളും അത്തരം വൈകാരികമായ ഭാവങ്ങളുടെയും പിന്നാലെ പോകരുതേ എന്ന് പറഞ്ഞ് ഉപദേശിച്ച സമചിത്തതയുടെയും കൂടി പേരാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മോമിനീങ്ങളെ, ഇന്നത്തെ കാലത്തിന്റെ എല്ലാ വാക്കും വർത്തമാനവും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇരുന്ന് ഓരോരുത്തരെയും കുറിച്ച് നിരൂപണം നടത്തുമ്പോൾ ആലോചിക്കണം, അതൊരു പറ്റം വിവരം കെട്ടവരുടെ സ്ഥലവും കൂടിയാണ്. എന്തും പറയുന്നവരുടെ, മുഖം കെട്ടവരുടെ, മുഖമില്ലാത്തവന്റെ, അവിടെയല്ല ബുദ്ധിയുള്ള മനുഷ്യരോട് സംവദിക്കും. ഇന്ത്യ എല്ലാം കൊണ്ടും ഇരുട്ടിലേക്ക് പോയി എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് ഇന്ത്യയുടെ നീണ്ട കാലത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ള ആർക്കും അങ്ങനെ പറയാൻ കഴിയില്ല. തിരിച്ചു വരും, ഒരു സംശയവും വേണ്ട, തിരിച്ചു വരും. ക്യാൻവാപ്പി പോയാലും
ഒരുപാട് ഇന്ന് നമ്മൾ കേൾക്കുകയും പേടിക്കുകയും ചെയ്യുന്ന മസാറുകളിലേക്ക് ഇടിച്ചു കയറിയാൽ ഇന്ത്യ ഇരുട്ടിലേക്ക് മാത്രം പോകുമെന്ന് വിചാരിക്കരുത്. ഇന്ത്യക്കൊരു ബഹുസ്വരതയുടെ മനോഹരമായ ചരിത്രമുണ്ട്. ഇതേ കാലത്ത് പോലും ആരും നോക്കാനില്ലാതെ പരിപാലിക്കാനില്ലാത്ത പള്ളിയുടെ മുറ്റത്ത് ചെന്ന് നിന്ന് ബാങ്കുലി മുഴക്കിയിട്ട് അവിടെ നമസ്കരിക്കാൻ ആളില്ലാതെ പോകുമ്പോഴും പരിപാലിക്കാൻ തയ്യാറാകുന്ന ഹൈന്ദവ ഗ്രാമങ്ങളും ഈ നാട്ടിലുണ്ട്, ഈ രാജ്യത്തുണ്ട്. അതുകൂടി നമ്മൾ അറിയണം. ആ മനുഷ്യന്റെ ഹൃദയത്തെ കീഴടക്കാനാണ് ഇന്ത്യയിലെ മുസ്ലിം അവന്റെ സമരം നടത്തേണ്ടത്. ആ മനുഷ്യന്റെ ഹൃദയം, അവന്റെ ഹൃദയം കീഴടക്കിയ സൂഫിയുടെ ചിന്ത സ്നേഹമായിരുന്നു. സ്നേഹമെന്ന ആയുധം കൊണ്ട് അവർ ഈ നാട്ടിൽ ചെയ്തു വച്ചത് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു. എല്ലാവരും ആ കാലം തന്നെ തിരിച്ചു വരണം. നാം തെരുവിലിറങ്ങി ആക്രോശിക്കുകയും ബഹളം വെക്കുകയും അതിവൈകാരിക കൊണ്ട് പ്രഖ്യാപിക്കുകയും പ്രസംഗിക്കുകയും തക്ബീർ ധ്വനി മുഴക്കുകയും ചെയ്യുമ്പോൾ ഒരാൾ കൂടി മറുവശത്തേക്ക് പോകുന്നേ ഉള്ളൂ. മറിച്ച് ഈ നാട്ടിലെ മതേതര വിശ്വാസിയുടെ കൂടെ നിൽക്കുക, അവനോട് ചോദിക്കുക എന്തധർമ്മമാണിത്. നല്ല ഹിന്ദുവിനോടും ചോദിക്കുക ഇതെന്താ അധർമ്മമാണ്. രാമൻ പോലും ലക്ഷ്മണനോട് പറഞ്ഞതും അത് തന്നെയാണ്. ധർമ്മോഹി പരമോ ലോകേ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠം നീതിയാണ്. ധർമ്മേ സത്യം പ്രതിഷ്ഠിതം, ആ ധർമ്മത്തിലാണ്, ആ നീതിയിലാണ് സത്യത്തെ പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് ലക്ഷ്മണനെ ഉപദേശിച്ചയാളാണ് രാമൻ. അതാണ് രാമായണം പഠിപ്പിക്കുന്നത്. ആ സനാതന ബോധ്യത്തെ പഠിപ്പിക്കേണ്ടതാണ് ഇന്നത്തെ കാലം. അതുകൊണ്ട് ഇരുട്ടിലേക്ക് മാത്രം സഞ്ചരിക്കുകയല്ല, ഈ ഇരുട്ടിൻ്റെയും അപ്പുറത്തു നിൽക്കുന്ന പ്രകാശമുണ്ട്, വെളിച്ചമുണ്ട്. മദീനയിലേക്കുള്ള യാത്രയുടെ മുമ്പിലെ കൂരാക്കുരുട്ടിൽ പോലും അങ്ങ് നോക്കൂ, ആ പേർഷ്യയുടെ അധികാര സിംഹാസനങ്ങളിൽ പോലും എന്റെ ശബ്ദം മുഴങ്ങുന്ന കാലം വരില്ലേ എന്ന് നീ ചിന്തിക്കുന്നോ സുറാഖ എന്ന് ചോദിച്ച മുഹമ്മദ് മുസ്തഫയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇവിടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി കുറച്ചുകൂടി സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ശമ്പളം കൊടുക്കാൻ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. കുറേ സഹോദരന്മാർ പെട്ടെന്ന് എൻ്റെ ഒരു ഫോൺ കോൾ വരുമ്പോഴേക്കും 50,000, 25,000, 60,000 ഒക്കെ വച്ചു തന്ന് ഈ സ്ഥാപനത്തെ സഹായിച്ചവർ പ്രിയപ്പെട്ട ഫദുർ റഹ്മാൻ നെല്ലറ ഗ്രൂപ്പിൻ്റെ അതിൻ്റെ മേധാവി കൂടിയായിട്ടുള്ള എൻ്റെ സുഹൃത്ത് ഫദലു, അതുപോലെ ബഹുമാനായ അലി ഹുസൈൻ സാഹിബ് പട്ടാമ്പി, വഹാബ് സാഹിബ് കുർക്കഞ്ചേരി, ബഹുമാനായ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ കൂടി രക്ഷാധികാരിയും ഇതിൻ്റെ എല്ലാ കാലത്തെയും അഭ്യുദയകാംക്ഷിയും പ്രവർത്തകനുമായിരുന്ന അലി മുസ്ലിയാരുടെ മകൻ ഫുലൈൽ, അങ്ങനെ തുടങ്ങിയവരുടെ സഹായം കൊണ്ടാണ് കഴിഞ്ഞ തവണ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അള്ളാഹു ആ സഹോദരന്മാർ അവരുടെ ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധിയിൽ നിന്നും ഈ ഇൽമിൻ്റെ ഗേഹത്തെ സഹായിച്ചതിൻ്റെ പേരിൽ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു എല്ലാ നിലക്കും സഹായിക്കുമാറാകട്ടെ. അതുപോലെ പ്രത്യേകം ഉണർത്താനുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാകുന്ന വിധം കൈത്താങ് എന്നൊരു പദ്ധതി കുറേ കാലങ്ങളായി സമസ്ത നിലനിർത്തുകയും നിരന്തരമായ പ്രവർത്തനങ്ങൾ പ്രബോധന വീതിയിൽ ഒട്ടേറെ സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സമസ്തയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന് എന്തുണ്ടാക്കി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഉമ്മത്ത് അതിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ എല്ലാ വഴിയിലും എത്തിയത് സമസ്ത എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഇന്നത് കേരളത്തിൻ്റെ പുറത്ത് ഒട്ടേറെ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക്, ഒട്ടേറെ മദ്രസകൾ, ദീനീ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അതിന് സഹായകമാകുന്ന വിധം ഈ ഫണ്ട് വിജയിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ പ്രത്യേകം ആത്മാർത്ഥമായി വ്യക്തിപരമായി പ്രത്യേകം ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ദിവസം നിങ്ങൾ അക്കാര്യത്തിൽ പ്രത്യേകം ഒന്ന് സഹായിക്കണമെന്ന് ഉണർത്തുകയാണ്. 15 വ്യാഴാഴ്ച 4 മണിക്ക് കുർക്കഞ്ചേരി മസ്ജിദിൻ്റെ തറക്കല്ലിടൽ കർമ്മം മഹാനായ സയ്യിദുൽ ഉമ്മ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകം ക്ഷണിക്കണമെന്ന് അവരാവശ്യപ്പെട്ടതുകൊണ്ട് പ്രത്യേകം ആവശ്യപ്പെടുന്നു. നിങ്ങളുണ്ടാകണം. കുർക്കഞ്ചേരി മസ്ജിദിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിടാൻ വരുന്ന ആ സമയം സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് എത്തുന്നത്. നിങ്ങളുണ്ടാവണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം നൽകട്ടെ. MICയുടെ മാനേജർ ബഹുമാന്യനായ അനീസ് സാഹിബ്, അദ്ദേഹം ഹോസ്പിറ്റലിലാണ്, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അള്ളാഹു ആഫിയത്തുമുള്ള ആരോഗ്യമുള്ള ജീവിതം അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളെ അള്ളാഹു ശിഫാ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.